ചിത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഇവർക്ക് സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കട്ടെ. അങ്ങനെ വിക്രത്തിനോട് കമലമ്മ സംസാരിച്ചപ്പോൾ തന്നെ കമലമ്മയ്ക്ക് മനസ്സിലായി വിക്രത്തിന് വേദയില്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല. വേദയോട് എന്തുമാത്രം സ്നേഹം അവനുണ്ട് എന്നൊക്കെ കമലമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ അമ്മേ, വിക്രം പഴയ പോലൊന്നും അല്ല, ഇപ്പം വിക്രത്തിന് നല്ല മാറ്റമുണ്ട്, വേദയില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പം കമലമ്മയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദ തിരിച്ചു വരും അമ്മേ, വേദിക്ക് അതേപോലെയാണ്, വിക്രമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് ശ്രീജ കമലമ്മയോട് പറയാണ്. വിക്രമാണെങ്കിൽ നേരെ മുറിയിൽ പോയിരുന്ന് വേദയെക്കുറിച്ച് എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് പൂവെടുത്ത് കൈ വെച്ചിരുന്ന് അമ്പലത്തിൽ പോയി വേദയ്ക്ക് തലയിൽ പൂ വെക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും അവർ തമ്മിൽ നിന്ന് ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്നതും എല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. വേദയെ താൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. വിക്രം അന്നേരം വിചാരിക്കുകയാണ്, നാളെ തന്നെ വേദയുടെ വീട്ടിൽ ചെല്ലണം, അവളുമായിട്ട് സംസാരിക്കണം. എൻ്റെ തീരുമാനം കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാവും. അവളെ തിരിച്ചു കൊണ്ടുവരണം, അവളില്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ വിക്രം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പം തന്നെ വിക്രം വേദയുടെ വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. അപ്പം മാഷ് അങ്ങോട്ട് വരുന്നുണ്ട്. മാഷ് ചോദിക്കുകയാണ്, കമലമ്മ പറഞ്ഞാൽ നീ ഇന്ന് വേദയെ കാണാൻ പോകുന്നുണ്ടെന്ന്. ആ, കാണാൻ പോകുന്നുണ്ടെച്ചാൽ വേദയോട് സംസാരിക്കണം, എൻ്റെ തീരുമാനം വേദയെ അറിയിക്കണം, ഞാൻ ശ്രീനിസാറുമായിട്ടുള്ള കൂട്ടുകെട്ട് വിടുകയാണെന്നും അത് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇനി തുടരുന്നില്ലെന്നുള്ള കാര്യവും വേദയെ അറിയിക്കണം എന്ന് വിക്രം പറയാണ്. അപ്പോൾ മാഷ് പറയാണ്, അത് നല്ലൊരു തീരുമാനമാണ്, അതുപോലെ തന്നെ ആ കുട്ടിയെ അറിയിക്കണം, അത് വരാൻ തയ്യാറാണെങ്കിൽ അതിനെ കൂട്ടിക്കൊണ്ട് വരികയും വേണം എന്ന് പറയുകയാണ്. അപ്പം വിക്രം പറയാണ്, അത്രയേ ഉള്ളൂ, വേദ വരുവാണെങ്കിൽ വേദയും കൊണ്ട് ഞാൻ വരുത്തോളൂ എന്ന് പറയാണ്. കമലമ്മ പറയാണ്, ഈ തീരുമാനം കേൾക്കുമ്പോൾ തന്നെ വേദയ്ക്ക് ഭയങ്കര സന്തോഷവും, അത് വരാതിരിക്കത്തില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് വിക്രം പോകുവാണ്. മാഷ് കമലമ്മ അടുത്ത് പറയാണ്, പണ്ടത്തെ നമ്മുടെ വിക്രത്തെ പോലല്ല, ഇപ്പം അവന് നല്ല മാറ്റമുണ്ട്, വേദയില്ലാതെ അവന് ജീവിക്കാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അത് നല്ലത് തന്നെയാണ്, അത് അത്രയും നല്ല സ്വഭാവമുള്ളൊരു കുട്ടിയെ അവന് ഭാര്യയായി കിട്ടുക എന്ന് തന്നെ വലിയ കാര്യമാണെന്ന് മാഷ് പറയുകയാണ്. വിക്രം നേരെ വേദയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ഡോറ് വന്ന് തുറക്കുന്നത് വർഷയാണ്. നീയോ? ആ, നീ എന്തിനാ വന്നേ? ഞാൻ വേദയെ കാണാൻ വന്നയാ എന്ന് പറയാണ്. അപ്പം അകത്തുനിന്ന് ശ്രീകാന്ത് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ആരാ ഹർഷേ? അത് ആ വിക്രമാ, വേദയെ കാണണമെന്നാ. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ്. നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ വേദയെ കാണാനാണ് വന്നത്. വേദയ്ക്ക് നിന്നെ കാണണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ, നിന്നെ ഉപേക്ഷിച്ച്, നിൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് അവൾ ഇറങ്ങി വന്നേക്കൂല്ലേ, പിന്നെന്തിനാ ഇനി ഇങ്ങോട്ട് വന്നേക്കുന്നത്? അത് താൻ മാത്രം പറഞ്ഞാൽ പോരാലോ, എനിക്ക് വേദയെ കണ്ട് സംസാരിക്കണം. വേദ പറയട്ടെ, അങ്ങനാണെങ്കിൽ ഞാൻ പൊക്കോളാം, താനല്ലല്ലോ തീരുമാനിക്കുന്നത് എന്ന് വിക്രം പറയുകയാണ് ശ്രീകാന്തിനോട്. അപ്പോഴത്തേക്ക് അങ്ങോട്ട് ശങ്കരൻ വരുന്നുണ്ട്. മര്യാദയ്ക്ക് ഇറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് ശ്രീകാന്ത് വിക്രത്തിനോട് തീർത്ത് ചെല്ലുകയാണ്. അപ്പോൾ വിക്രം പറയാണ്, ഞാൻ കെട്ടിയ താലി അവിടെ കഴുത്തിൽ ഇപ്പോഴും കിടപ്പുണ്ട്, അവൾ ഇപ്പോഴും എൻ്റെ ഭാര്യയാണ്. എൻ്റെ ഭാര്യ ഇവിടെ നിൽക്കുമ്പം എനിക്ക് അവളെ കാണാനുള്ള അധികാരവും ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, എന്നെങ്കിൽ ആ താലി പൊട്ടിച്ചെറിഞ്ഞ് അങ്ങ് തരാം, അതോടെ പ്രശ്നം തീരുമല്ലോ എന്ന് പറയാണ്. എൻ്റെ അധികാരമല്ലേ നീ കാണിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രത്തിന് ദേഷ്യം വരുന്നുണ്ട്. ഞാൻ എന്തായാലും വേദയെ കണ്ടിട്ടേ പോകത്തുള്ളൂ, വേദയെ കണ്ട് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് വിക്രം പറയുകയാണ്. നീ കാണുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തിൻ്റെ കോളർ കീഴ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകൊണ്ടുപോയി വിക്രത്തെ പിടിച്ച് തള്ളി അങ്ങ് ഇടുകയാണ്. അപ്പോഴത്തേക്ക് വേദ അകത്തുനിന്ന് വന്ന് പറയാണ്, നിർത്ത് എന്നും പറഞ്ഞുകൊണ്ട് വേദ ഉറക്കെ പറയാണ്. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ആണെങ്കിൽ വിക്രത്തെ പിടിച്ച് തള്ളി താഴെ ഇട്ടിട്ടുണ്ട്. വേദ നോക്കുമ്പോൾ വിക്രം താഴെ കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് വേദയ്ക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്, പക്ഷെ മുഖത്തൊന്നും കാണിക്കുന്നില്ല. വേദയാണെങ്കിൽ നേരെ നടന്നു വന്നിട്ട് വിക്രത്തിൻ്റെ നേരെ കൈ നീട്ടുകയാണ്. വിക്രമാണെങ്കിൽ വേദയുടെ കൈ പിടിച്ച് എണീക്കുകയാണ്. അപ്പോഴത്തേക്ക് എല്ലാവർക്കും ടെൻഷനായി, ഇനി എങ്ങാനും വേദ തിരിച്ചു പോവുമോ? ശ്രീകാന്തിനാണ് ഭയങ്കര ടെൻഷൻ, കാരണം ഇനി തൻ്റെ പ്ലാനൊക്കെ പൊളിയുമോ, ഇനി ഇവനോട് കാര്യങ്ങളൊക്കെ പറയുമോ, ഇവൻ്റെ കൂടെ പോവുമോ എന്നുള്ള ടെൻഷനായി ശ്രീകാന്തിന്. അപ്പോഴേക്കും വിക്രത്തിന് ഭയങ്കര സന്തോഷമാവുകയാണ്, വേദ വന്ന് തന്നെ പിടിച്ച് അതുകൊണ്ട് വിക്രത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പ്രത്യേക ശ്രീകാന്ത് ദേഷ്യം പിടിച്ചങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങ് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ വേദ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. അത് ഞാൻ നിന്നെ കാണാനാണ് വന്നത്, എന്നെ എന്തിനാ കാണുന്നത്? എനിക്ക് ആരെയും കാണുകയും വേണ്ട, നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ പോരുന്നത് എന്ന് പറയുകയാണ് വേദ. പറയുന്നതൊന്ന് കേൾക്ക്, നീ എന്തുകൊണ്ടാണ് പോയെന്ന് അമ്മ പറഞ്ഞു. ഞാൻ ശ്രീനിസാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചല്ലേ. ഇനി ഞാൻ ശ്രീനിസാറുമായിട്ട് ഒരു ബന്ധവുമില്ല, ഞാൻ ഈ ഇലക്ഷനോടെ ആ ബന്ധം ഉപേക്ഷിക്കുക. പറയുമ്പോഴത്തേക്ക് വേദയാണെങ്കിൽ കൈകൊണ്ട് നിർത്തുമെന്ന് കാണിക്കുകയാണ്. എനിക്കൊന്നും കേൾക്കണ്ടേ, ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കത്തുമില്ല. ഇത്രയും കാലം നിങ്ങളും ആ ശ്രീനിസാറും തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നത്. ഇനി നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ വിശ്വസിക്കത്തുമില്ല, നിങ്ങളുടെ കൂടെ ഞാൻ വരുന്നതുമില്ല, എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കണ്ട എന്ന് പറയുകയും ചെയ്യാണ് വേദ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര വിഷമം വരുന്നുണ്ട്. ഇനി വിക്രം
എന്തൊക്കെയോ പറയാൻ വരുമ്പോൾ വേദ കൈകൂപ്പി പറയാണ്, നിങ്ങളൊന്ന് പോയി തരുമോ, എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര വിഷമം വരുന്നുണ്ട്, അതുപോലെ കണ്ണും നിറയുന്നുണ്ട്. പക്ഷേ വേദ അതൊന്നും നോക്കുന്നില്ല. വേദ തിരിച്ച് നടന്നു വന്നിട്ട് ഉറങ്ങ അടയ്ക്കുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സങ്കടവും വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ വിക്രം അവിടുന്ന് തിരിച്ചു പോരുവാണ്. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ വേദയ്ക്ക് ഭയങ്കര സങ്കടമാണ്. വേദ നേരെ മുറി വന്നിരുന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ്. അയാൾക്ക് വിക്രത്തിനോട് ചെയ്തല്ലോ എന്നോർത്ത് ഭയങ്കരമായിട്ട് കരയാണ്. ഈ സമയത്താണ് ശ്രീകാന്തിനോട് വർഷ പറയാണ്, ഞാൻ വിചാരിച്ച് അവൻ വന്ന് വിളിക്കുമ്പോഴത്തേക്ക് അവൾ അങ്ങ് പോകുമെന്ന്. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ആ ബന്ധം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് ദർശൻ്റെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാം. ഇനി അവൾ തിരിച്ചു പോകുമെന്ന് തോന്നില്ല. കാരണം അവൻ ഇവിടെ വന്ന് അവളുടെ മുന്നിൽ കൈ കൂപ്പിയിട്ട് പോലും അവൾ പോയില്ലല്ലോ. ഇനി അവൾ പോകുമെന്ന് വിചാരിക്കണ്ട എന്ന് വർഷ ശ്രീകാന്തിനോട് പറയാണ്. ശ്രീകാന്തിന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സമയത്ത് കമലമ്മയാണെങ്കിൽ വിക്രവും വരുന്നത് കാത്തിരിക്കുകയാണ്. വേദയായിട്ട് ഇപ്പം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അടുക്കളയൊക്കെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിക്രം വന്ന് നേരെ അവിടെ ടേബിളിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. വിക്രം ഒന്നും മിണ്ടുന്നില്ല. വന്നിട്ട് അവിടെ വന്ന് ഇരിക്കുന്ന കാണുമ്പോൾ കമലമ്മ അടുത്തോട്ട് വരികയാണ്. അടുത്തോട്ട് വന്ന് നോക്കുമ്പോൾ വിക്രത്തിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞ് ഭയങ്കര സങ്കടപ്പെട്ട് കരയുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ പറ്റി മോനെ, എന്താ നീ വിഷമിച്ചിരിക്കുന്നതെന്ന് കമലമ്മ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് വിക്രമാണെങ്കിൽ സങ്കടപ്പെട്ട് കമലമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. വേദ തന്നോട് അങ്ങനെ പറഞ്ഞത് വിക്രത്തിന് സഹിക്കാൻ പറ്റിയില്ല. ഒരിക്കലും വേദ തൻ്റെ കൂടെ വരത്തില്ലെന്ന് വിക്രം വിചാരിച്ചതുമില്ല. പക്ഷേ വേദയുടെ മനസ്സിൽ ശ്രീകാന്തിനെയും അതുപോലെ അച്ഛനെയും ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്.